ഹലോ മക്കളെ, നിങ്ങളുടെ എക്സാം എടുത്തിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ പലർക്കും ഒരു പേടിയുണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. പേടിക്കേണ്ട, സ്മാർട്ട് അപ്പിന്റെ SSLC ചലഞ്ച് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിൽ ഫിസിക്സിൽ 4th ചാപ്റ്റർ ആണ് നമ്മളിപ്പോ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ചാപ്റ്റർ ആണ്. മറ്റൊന്നുമല്ല, എനിക്കറിയാം ഒരുപാട് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ടല്ലോ. പക്ഷെ സിമ്പിൾ ആണ്. നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചലഞ്ച് സീരീസിലുള്ള പോലെ തന്നെ അല്ലെ, കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പക്കയാക്കി കഴിഞ്ഞാൽ ഒരാൾക്കും ഇതിന്ന് വരുന്ന മാർക്ക് പോവില്ല. സോ SSLC എക്സാമിന് വേണ്ടിയുള്ള 4th ചാപ്റ്റർ റിവിഷൻ ആണ് നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്റെ ഒപ്പം തന്നെ നിങ്ങൾ ബുക്കായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ, ടൈം കളയാൻ നമുക്ക് പോവാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെ. അതിലെല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. തുടക്കം തന്നെ അല്ലെ മാഗ്നറ്റിക് എഫക്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് എഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ലോകൾ വരുന്നുണ്ട് അല്ലെ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, പിന്നെ സോളിനോട് വരുന്നുണ്ട്, മോട്ടോർ പ്രിൻസിപ്പിൾ, ഇലക്ട്രിക് മോട്ടോർ, ലൗഡ് സ്പീക്കർ, ഇങ്ങനെ പല ടോപ്പിക്കുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, അല്ലെങ്കിൽ എത്രത്തോളം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും അല്ലെ, നമ്മൾ അതിനെയൊക്കെ ഒന്ന് നമ്മുടെ ഭാഗത്തേക്ക് വരുത്തിയാലല്ലേ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: two statements are given about the magnetic effect of electric current. മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ആ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ആരൊക്കെയാണ് കറക്റ്റ്, ആരൊക്കെയാണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്ക് കറക്റ്റ് റോങ് ഒന്നും വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയാലോ അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് മക്കളെ? when an electric current flows through a conductor, a magnetic field is created around it. നമ്മുടെ അല്ലെ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ബേസിക് ആയുള്ള കൺസെപ്റ്റ് ആണല്ലേ പറഞ്ഞത്. അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതെ അല്ലെ, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്ന ആരാണ്? ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ അല്ലേ. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് വെച്ച് അങ്ങനെയല്ലേ പഠിച്ചത് അല്ലെ. തമ്പ് എന്തിന്റെ ഡയറക്ഷനിലാണ് പിടിക്കേണ്ടത്? കറന്റ് ഡയറക്ഷനിൽ പിടിക്കണം. അപ്പോഴല്ലേ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാം. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആരാണ് അവിടെ തീരുമാനിച്ചത്? കറന്റിന്റെ ഡയറക്ഷൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ്, അല്ലെങ്കിൽ ഇവിടെ റോങ് ഇല്ലല്ലേ. അപ്പൊ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 1ഉം 2ഉം കറക്റ്റ് ആണ് അല്ലെ. 1ഉം 2ഉം കറക്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് സി അല്ലെ, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരാം. ഡൗട്ട് ഉണ്ടല്ലോ മക്കൾക്ക്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുള്ളൂ. അപ്പൊ നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിസ് ആവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റഡ് ബൈ എ കറന്റ് ക്യാരിങ് സോളിനോയിഡ്. ഒരു കറന്റ് ക്യാരിങ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അറേഞ്ച്മെന്റ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഒരു സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ വരാ അല്ലെ. അപ്പൊ നിങ്ങൾ മറക്കരുത്, ഒരു സോളിനോട് ആരെ പോലെയാ ബിഹേവ് ചെയ്യുന്നത്? ബാർ മാഗ്നറ്റിനെ പോലെയാണ്. അപ്പൊ ഞാൻ ഇവിടെ സൈഡിൽ ഒരു ബാർ മാഗ്നറ്റ് കൂടി വരക്കുന്നുണ്ട് അല്ലെ. ബാർ മാഗ്നറ്റിൽ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വരാം? നിങ്ങൾ പഠിച്ചു നോക്കണോടാ, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ്. അപ്പൊ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്. അപ്പൊ ഇതേപോലത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആർക്കും ഉണ്ടാവും, സോളിനോഡിനും ഉണ്ടാവും അല്ലെ. അപ്പൊ എവിടെയെങ്കിലും ഒരു നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. അപ്പൊ നോർത്ത് പോൾ ടു സൗത്ത് പോളിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു സോളിനോഡിന്റെ ഉണ്ടല്ലോ ഉള്ളിലെ ഭാഗം അല്ലേ, ആ റൗണ്ടിന്റെ ഉള്ളിലെ ഭാഗം, ആ ഉള്ളിലെ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും. അതായത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. ഇതേപോലെ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അപ്പൊ അതിൽ ഏതാ കറക്റ്റ് ഫിഗർ വരുന്നത്? ഏന്ന് പറയുന്ന ഫിഗർ ഉള്ളിലത്തെ മാത്രമുള്ള അല്ലെ, പുറത്തത്തെ വരച്ചിട്ടില്ല. രണ്ടാമത് നമ്മൾ എവിടെ പോലും കാണാത്ത ഒരു ഫിഗർ. മൂന്നാമത്തതാണ് നമ്മളിപ്പോ പഠിച്ചതിനോട് സിമിലർ ആയിട്ടുള്ള ഫിഗർ അല്ലെ. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. അപ്പൊ അതേപോലെ നമ്മൾ ഓരോന്നെടുത്ത് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ അല്ലെ. അപ്പൊ തേർഡ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാലോ. തേർഡ് ക്വസ്റ്റിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എ സോളിനോയിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചൂസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാല് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? സോളിനോഡിന്റെ പൊളാരിറ്റിയെ കുറിച്ച് അല്ലെ. സോളിനോഡിന്റെ പൊളാരിറ്റി നോക്കേണ്ട എങ്ങനെയാണ്? സോളിനോഡിന് 2 എൻഡ് ഉണ്ടാവും അല്ലെ. ഇതവിടെ ഞാൻ 2 എൻഡും വരക്കുന്നുണ്ട്. നമുക്കറിയാം 2 എൻഡിലൂടെയും എന്ത് പാസ് ചെയ്യുന്നുണ്ട്? കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഏത് എൻഡിലൂടെയാണോ കറണ്ട് ക്ലോക്ക് വൈസ് പാസ് ചെയ്യുന്നത് ആ എൻഡ് സൗത്ത് പോൾ ആയിരിക്കും. ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അതേപോലെ ഏത് എൻഡിലൂടെയാണ് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് പാസ് ചെയ്യുന്നത് അത് നോർത്ത് പോൾ ആയിരിക്കും.
ഈ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? If the current in one end of the solenoid is clockwise. ക്ലോക്ക് ആണെങ്കിൽ അത് സൗത്ത് പോൾ ആണെന്ന് അറിയാലോ. ഇവര് നോർത്ത് പോൾ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. വെട്ടിക്കളഞ്ഞേക്കാതെ അപ്പൊ തന്നെ. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? If the current in one end of the solenoid is clockwise. വീണ്ടും ക്ലോക്ക് സൗത്ത് പോൾ വരണമല്ലോ ഇപ്രാവശ്യം. വന്നിട്ടുണ്ട്. ഓപ്ഷൻ കറക്റ്റ് ആണ്. അടുത്തത്, if current in one end of the solenoid is anti-clockwise, then that end is north pole. കറക്റ്റ് ആണ്. ഫോർത്ത് ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? If the current in one end of the solenoid is anti-clockwise, അത് സൗത്ത് പോൾ ആണ്. തെറ്റാണല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഇവിടെ ഏത് ഓപ്ഷനാ കറക്റ്റ്? ഓപ്ഷൻ 2 3 അല്ലേ? അപ്പോ ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ച സോളിനോയിഡിന്റെ ബേസിക് കൺസെപ്റ്റ് അറിയാവുന്ന ആർക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആൻസർ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 2ഉം 3യുമാണ്. 2ഉം 3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരിക ബി ആൻഡ് സി, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റിലേക്ക് സാറ് പോവാണ്ടോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെ? ഇപ്പോ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കിലേക്ക് പോവാം. ഇനി ആ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ, ചില ടോപ്പിക്കുകൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ എല്ലാ ടോപ്പിക്കും പറയാൻ ടൈം കിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഭാഗം പൗസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ബുക്ക് എടുക്കുക, അണ്ട് ആ ടോപ്പിക്ക് നോക്കിയിട്ട് വീണ്ടും അത് വന്ന് കാണുക. ക്ലിയർ അല്ലേ മക്കളെ? ഇങ്ങനെ വേണോട്ടോ നിങ്ങൾ കവർ ചെയ്ത് പോകാൻ വേണ്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ? ആ ടേബിളിന്റെ എ പോർഷനിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെ? പിന്നെ എന്താ പറയുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, പിന്നെ മോട്ടോ പ്രിൻസിപ്പിൾ. ഇതുമായിട്ട് മാച്ച് ചെയ്യാണ്ട് നമുക്ക് തൊട്ടടുത്ത സൈഡിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലേ? നമ്മുടെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയല്ലേ? അപ്പൊ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത് അല്ലെ? എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? കറന്റ് ഡയറക്ഷനിൽ തമ്പ് പിടിക്കുക, ബാക്കിയുള്ള വിരലുകളാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. സിമ്പിൾ റൂൾ ആണ് അല്ലെ? അപ്പോ മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പല പല ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ സി അല്ലെ? ഇവിടെ ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുണ്ട്, ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലെ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാലോ, മോട്ടോ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എവിടെ വെച്ചാല് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താ എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെ? ഇപ്പൊ സാറിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെണ്ണ് അല്ലെ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കും. ഇവിടെ ഫുള്ള് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വെച്ചില്ലേ, അപ്പൊ അതിന് എന്താ എക്സ്പീരിയൻസ് ചെയ്യാം? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ പ്രിൻസിപ്പിൾ നമ്മൾ വിളിച്ച പേരാണ് മോട്ടോ പ്രിൻസിപ്പിൾ. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സാർ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, എല്ലാം പറഞ്ഞു പോകാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു പോവാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അവസാനത്തെ സാധനം അല്ലെ, മോട്ടോ പ്രിൻസിപ്പിൾ. ഇലക്ട്രിക് മോട്ടോർ, കാരണം മോട്ടോർ വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? മോട്ടോ പ്രിൻസിപ്പിൾ. പിന്നെ ഒരു കാര്യം ചോദിക്കും, മോട്ടോ പ്രിൻസിപ്പിളില് ഇലക്ട്രിക് മോട്ടോർ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, ഒരാളും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ആരാണ്? മൂവിംഗ് കോയിൽ, ലൗഡ് സ്പീക്കർ. അതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് ഇവിടെ വരുന്നുണ്ട്, അതിനൊപ്പം ചെയ്തു പോവാം. സോ അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ? ആ ഫിഗറിൽ ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പൊളാരിറ്റി തന്നിട്ടുണ്ട്. പൊളാരിറ്റി നോക്കുമ്പോൾ എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് നോക്കാൻ അറിയാം അല്ലെ? ഈ വലിയ ലൈനാണ് പോസിറ്റീവ്, ചെറിയ ലൈനാണ് നെഗറ്റീവ്. കറണ്ട് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യാം? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അല്ലെ? സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പോസിറ്റീവിൽ നിന്ന് വരുന്ന കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണ് ഫ്ലോ ചെയ്യാം. ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബി ടു എ ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലെ? എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് അറൌണ്ട് കണ്ടക്ടർ എ ബി ഈസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാലോ. നമ്മളിവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് അല്ലെ? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണ്. ഇനി എന്താ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വരിക? ജസ്റ്റ് ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് വരക്കുക, എന്നിട്ട് ആ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെ നമ്മൾ ആ ഓപ്ഷനിൽ കൺഫ്യൂഷൻ ആവും.
അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന ബി എയിലേക്കല്ലേ. അപ്പൊ നമ്മള് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ മക്കളെ ചെയ്യേണ്ടത്? ഏത് റൂളാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെ. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം കറണ്ട് ബിയിൽ നിന്ന് എയിലേക്ക്. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കിയേ, തമ്പ് താഴത്തേക്ക് പിടിക്കുക. നിങ്ങൾ എന്നെ പോലും ചെയ്ത് നോക്കുക കേട്ടോ. തമ്പ് എന്ത് ചെയ്യുക? താഴത്തേക്ക് പിടിക്കുക. താഴത്തേക്ക് പിടിക്കുന്ന സമയത്ത് അല്ലെ ബാക്കിയുള്ള വിരലുകൾ എങ്ങോട്ടാ വരാം? സാർ ഇത് ഇവിടെ വരക്കാം. ദാ ഇതേപോലെയല്ലേ വരാം അല്ലെ, ഇതേപോലെയാണല്ലേ നമുക്ക് വരാം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ വരാ? ദാ ഈ ഒരു രീതിയിലാണ് ഇവിടെ വരുന്നത്. അതായത് ഇത് ഏത് മെത്തേഡിലാണ് കറങ്ങുന്നത്? ക്ലോക്ക് കറങ്ങുന്ന പോലെ അല്ലേ. സോ ഇത് ക്ലോക്ക് വൈസ് ആണ്. എങ്ങനെയാ മനസ്സിലായത്? സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. ദാ കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ ബാറ്ററിയുടെ പൊളാരിറ്റി നോക്കിയപ്പോ മനസ്സിലായി. സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇതാ ഈ പെന്നാണെന്ന് വിചാരിക്കുക അല്ലെ, ബിയിൽ നിന്ന് എയിലേക്ക് അല്ലെ, താഴത്തേക്കാണ് അല്ലെ. സോ ഞാൻ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് തമ്പ് താഴത്തേക്ക് പിടിച്ചു അല്ലെ. ഓ സാർ ഇവിടെ കാണിക്കുന്ന സമയം നിങ്ങൾക്ക് സൈഡ് മാറി തോന്നുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. സാർ ഇവിടെ ക്യാമറയിൽ വരുമ്പോൾ ചിലപ്പോൾ സൈഡ് മാറിയതായിട്ട് തോന്നാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. എന്താ ചെയ്യേണ്ടത്? ബിയിൽ നിന്ന് എയിലേക്ക് അല്ലെ, താഴത്തേക്ക് പിടിക്കുക. ബാക്കിയുള്ള വിരലുകൾ മടക്കുന്നത് എങ്ങനെയാ നിങ്ങളൊന്ന് ബുക്കിൽ വരച്ചു നോക്കിയേ. അപ്പൊ ദാ ഇതേപോലെയല്ലേ കിട്ടാ? കണ്ടതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന പോലെയല്ലേ കിട്ടാ? അതൊന്ന് നോക്കിക്ക് എങ്ങനെയാ വരിക എന്നുള്ളത് നിങ്ങളുടെ ബുക്കിലേക്ക് തന്നെ നോക്കുക. ബുക്കിൽ നോക്കുമ്പോൾ അത് ക്ലോക്ക് ഇറങ്ങുന്ന പോലെ അല്ലേ. അപ്പോ കറണ്ട് ബിയിൽ നിന്ന് എയിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ്, അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ടാന്ന് നമുക്ക് നോക്കാലോ. ഓപ്ഷൻ 1 എന്താ പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റഡ് അറൌണ്ട് ദ കണ്ടക്ടർ എ ബി ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കിട്ടിയല്ലേ ഫസ്റ്റ് ഓപ്ഷൻ? രക്ഷപ്പെട്ട്. അധികം വായിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ് ആൻസർ നടക്കണ്ടല്ലേ. സെക്കൻഡ് ഓപ്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് നമുക്കറിയാലോ ബി ടു എ അല്ലേ. സെക്കൻഡ് ഓപ്ഷനിൽ എ ടു ബി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് അല്ലല്ലേ, തെറ്റാണ്. തേർഡ് ഓപ്ഷനില് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ കണ്ടക്ടർ എ ബി ഈസ് ഫ്രം ബി ടു എ. രണ്ടെണ്ണം കിട്ടി. വേണമെങ്കിൽ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ വായിക്കാം, വെറുതെ ഒരു രസത്തിന് വായിക്കാം അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റർ അറൌണ്ട് ദി കണ്ടക്ടർ എ ബി ഈസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ്. തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് 1ഉം 3ഉം ആണ് അല്ലെ. അതുപോലെ മക്കളെ ഇതേപോലെ ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. സോ നമ്മള് അടുത്ത ക്വസ്റ്റിലേക്ക് ടൈം കളയാതെ പോവാണ്. സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് വരക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റിലേക്ക് പോവാം. അതാ കുറച്ചുകൂടെ നല്ലത്. ഇവിടെ നോക്കിയേ, ദാ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. സോ സാറോടെ മാർക്ക് ചെയ്യുന്നതാണ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യാതെ ഈ കാണുന്ന ഡയറക്ഷൻ അല്ലേ, കണ്ടിങ്ങനെയല്ലേ വരാ. അപ്പൊ ഒന്ന് ജസ്റ്റ് എക്സിൽ അല്ലെ, എക്സ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നോക്കിയേ, അവിടെ കറണ്ട് മുകളിലേക്കാണോ താഴത്തേക്കാണോ? അല്ലെ, താഴത്തുനിന്ന് മുകളിലേക്കാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്, നിങ്ങൾ പെണ്ണെടുക്കുന്ന പോലെ തന്നെ അല്ലെ, ഇതാണ് എക്സിന്റെ ലൈൻ എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തമ്പ് മേളിലേക്ക് പിടിക്കുക. അണ്ട് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സാറിന്റെ ഒപ്പം തന്നെ ഒന്ന് വരച്ച ബുക്കിലേക്ക് അല്ലെ, കറണ്ട് മേളിലേക്ക്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ വരിക? ദാ ഇതേപോലെയല്ലേ വരിക അല്ലെ. എല്ലാവർക്കും അതല്ലേ കിട്ടിയത്. ഇനി വൈയിലേക്ക് വരുമ്പോ എന്താ സംഭവിക്കുക? കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്ത് വൈയിലേക്ക് വരുമ്പോ താഴത്തേക്കാണല്ലേ. കറണ്ട് താഴത്തേക്കാണെങ്കിൽ എന്താ? തമ്പ് താഴത്തേക്ക് പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതാ ഇതേപോലെയല്ലേ കിട്ടിയത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കിയ മക്കളെ, എക്സില് അല്ലെ ആരെ ക്ലോക്ക് കറങ്ങുന്ന പോലെയാണോ? അല്ലല്ലോ, ക്ലോക്ക് കറങ്ങുന്നതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഫിഗർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എക്സില് ആന്റി ക്ലോക്ക് വൈസും വൈയില് ക്ലോക്ക് വൈസുമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അതാണ് എ ക്വസ്റ്റ്യൻ. ഡ്രോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ അറൌണ്ട് പോയിന്റ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഫിഗർ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻ. അല്ലെ, നമ്മൾ വരച്ചിട്ടുണ്ട്, ഡയറക്ഷനും എഴുതി, ചോദിച്ചതും ചോദിക്കാത്ത എല്ലാ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് അല്ലെ. ഡൗട്ട് ഒന്നുമില്ല അതില്. അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ അറേഞ്ച്മെന്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻ. നമ്മളിപ്പോ വരച്ച മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അതിന് എന്ത് ചേഞ്ച് വരുന്ന ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? ഇഫ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ്. നമുക്കറിയാലോ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലേ ഇവിടെ ശരിക്കും പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഈ കറണ്ട് എങ്ങനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, കറണ്ടിന്റെ വാല്യൂ കൂട്ടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പറ്റും എന്നുള്ളത് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ എപ്പോഴാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്? കറണ്ട് പാസ് ചെയ്തപ്പോ അല്ലേ. അപ്പൊ കറണ്ടിന്റെ സ്ട്രെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, മാഗ്നറ്റിക് ഫ്ലക്സ് ബിക്കം മോർ ഡെൻസർ അല്ലെ. ഒന്നുകൂടി ഡെൻസർ ആവും ആര്? മാഗ്നറ്റിക് ഫ്ലക്സ്. സിമ്പിൾ അല്ലേ പരിപാടി. അപ്പൊ മനസ്സിലാക്കുക,
മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായത് എപ്പോഴാണ്? കറണ്ട് പാസ് ചെയ്തപ്പോഴാണ്. സോ കറണ്ടിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. എളുപ്പമുള്ള പരിപാടിയാണല്ലേ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അല്ലെ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സമാധാനത്തിൽ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ? ഹൗ ഈസ് എ ബാർ മാഗ്നറ്റ് ഡിഫറെന്റ് ഫ്രം കറണ്ട് ക്യാരിങ് സോളിനോയിഡ്? അതായത് ബാർ മാഗ്നറ്റും കറണ്ട് ക്യാരിങ് സോളിനോയിഡും നമ്മളെ ഡിഫറൻസ് ആണ് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ട് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് അല്ലെ. സോളിനോയിഡ് എപ്പോഴാണ് ബാർ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ. കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിലോ വെറും ഒരു കോയിൽ അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം അറിയാലോ. ഇതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു പോവാം. എന്റെ കയ്യില് ഒരു ബാർ മാഗ്നറ്റും ഉണ്ട്, ഒരു സോളിനോയിഡും ഉണ്ട് അല്ലെ. ഇത് നമ്മൾ ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. എന്താ ഡിഫറൻസ്? ബാർ മാഗ്നറ്റ് എപ്പോഴും മാഗ്നറ്റ് ആണ്, അതായത് അത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. പക്ഷെ സോളിനോയിഡ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമേ മാഗ്നറ്റ് ആവുള്ളൂ. അതായത് സോളിനോയിഡ് ഉണ്ടല്ലോ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ഒന്നാമത്തെ ഡിഫറൻസ് കിട്ടിയില്ലേ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കടയിൽ പോയിട്ട് ഒരു ബാർ മാഗ്നറ്റ് വാങ്ങി. എനിക്ക് ആ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റില്ലല്ലോ, എപ്പോഴും അതേ സ്ട്രെങ്ത് അല്ലേ ഉണ്ടാവുക. പക്ഷെ സോളിനോയിഡിൽ നമുക്കൊരു കാര്യം അറിയാലോ, സോളിനോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് കൂട്ടുവാണെങ്കിലും പിന്നെ സോളിനോയിഡിന് ഇങ്ങനെ ചുറ്റലല്ലേ, ഇങ്ങനെ ടേൺസ് അല്ലേ, ടേൺസിന്റെ എണ്ണം കൂട്ടിയാലും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്താലും 3 കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഒരു ആൻസറിൽ തന്നെ 2 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും, പക്ഷെ ബാർ മാഗ്നറ്റിന്റെ പറ്റില്ല. ഓക്കെ അല്ലെ. അപ്പോ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്താണ്? ഈസ് ഫിക്സ്ഡ്. ബാർ മാഗ്നറ്റിന് മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ്. ആരുടെ? അത് സോളിനോയിഡിന്റെ. എങ്ങനെ ചേഞ്ച് ചെയ്യാം? കറണ്ട് കൂട്ടിയാൽ മതി, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ യൂസ് ചെയ്താൽ മതി. ഇനി ഒരു കാര്യമുണ്ട്, ബാർ മാഗ്നറ്റിന് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഒരിക്കലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റില്ല. നോർത്ത് പോളും സൗത്ത് പോളും ഫിക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ മുറിക്കേ വെട്ടേ എന്ത് ചെയ്താലും ബാർ മാഗ്നറ്റ് നോർത്ത് പോളും സൗത്ത് പോളും മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം, പോളാരിറ്റി ഫിക്സ്ഡ് ആണ്. പക്ഷെ സോളിനോയിഡിലെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സോളിനോയിഡ് ബാർ മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ ആ പാസ് ചെയ്യുന്ന കറണ്ട് ഇല്ലേ, ജസ്റ്റ് ഒന്ന് പോസിറ്റീവായിട്ട് നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോ സോളിനോയിഡിന്റെ നോർത്ത് പോൾ സൗത്ത് പോളും മാറും. അപ്പൊ സോളിനോയിഡിന്റെ പോളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ്. 3 ഡിഫറൻസ് കേട്ടോ. എന്താണ്? ടെമ്പററിയും പെർമനന്റും. ടെമ്പററി സോളിനോയിഡ്, പെർമനന്റ് ആരാണ്? ബാർ മാഗ്നറ്റ്. ഇനി സ്ട്രെങ്ത് സോളിനോയിഡിന്റെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്ത്? ബാർ മാഗ്നറ്റിന്റെ പറ്റൂല. അതേപോലെ തന്നെ പൊളാരിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സോറി, കൂട്ടുകയും കുറയ്ക്കുകയല്ല, പൊളാരിറ്റി തിരിക്കാം. ആരത്? സോളിനോയിഡിനത്. ബാർ മാഗ്നറ്റിന്റെ പറ്റില്ല. അപ്പോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? റൈറ്റ് ദ നെയിം ഓഫ് 2 ഡിവൈസസ് ദാറ്റ് വർക്ക് ഓൺ ദ മോട്ടോർ പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്താണ്. മോട്ടോർ പ്രിൻസിപ്പിളില് വർക്ക് ചെയ്യുന്ന 2 ഡിവൈസുകളെ പേര് എഴുതാൻ. ആരൊക്കെയാ മക്കളെ? ഒന്ന് നമ്മൾ അറിയാലേ, മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട എന്താണ്? മോട്ടറാണ് അല്ലെ. പിന്നെ എന്താ പറയാ? ഇപ്പൊ ഡി സി മോട്ടർ ഉണ്ടല്ലേ, ഡി സി മോട്ടർ. അതുകൂടാതെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ചോദിക്കുമെന്ന്, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മറക്കരുത് കേട്ടോ. ഡി സി മോട്ടറും മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറുമാണ് എന്തുപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്? മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്തിനാണ് ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നത്? അല്ലെ, നമ്മൾ മൈക്കും സ്പീക്കറൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്തിനാ ശരിക്കും നമ്മൾ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യുന്നത്? മൈക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ടിലെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് മൈക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അതിനെ വലിയ സിഗ്നൽ ആക്കണം, എന്നാലും നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഒരാൾ പറയുന്നത് ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഈ മൈക്കും ആംപ്ലിഫയറും ലൗഡ് സ്പീക്കറൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിനല്ലേ, നമ്മുടെ സൗണ്ടിനെ വലിയ സിഗ്നൽ ആക്കിയിട്ട് നമുക്ക് വലിയ സൗണ്ട് ആയിട്ട് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഈ മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെ സൗണ്ട് മൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അതിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കും. ഈ ഇലക്ട്രിക് സിഗ്നൽ നേരെ പോകുന്നത് ആംപ്ലിഫയറിലേക്കാണ്. ഇലക്ട്രിക് സിഗ്നൽ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ആംപ്ലിഫയറിലേക്കാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ മൈക്രോഫോണിൽ നിന്ന് നേരെ പോകുന്നത് ആംപ്ലിഫയറിലേക്കാണ്. ആംപ്ലിഫയർ അതിനെ എന്ത് ചെയ്യുമെന്ന് അറിയോ? മൈക്കിൽ നിന്ന് വരുന്ന ചെറിയ സിഗ്നലിനെ വലിയ സിഗ്നലാക്കി. പക്ഷെ സിഗ്നൽ നമുക്ക് കേൾക്കാൻ പറ്റൂല അല്ലേ, നമുക്ക് സൗണ്ട് തന്നെ വേണ്ടേ. അപ്പൊ ഇതെന്താ ചെയ്യാന്നറിയോ? ആംപ്ലിഫയറിൽ നിന്ന് നേരെ ലൗഡ് സ്പീക്കറിന്റെ
വോയിസ് കോയിലിലേക്ക് വരും. ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലിലേക്ക് വരും. ഈ വോയിസ് കോയിൽ എന്താ സംഭവിക്കുക? സാറാണ് ജസ്റ്റ് ഇവിടെ ഒരു ഫിഗർ ആയിട്ട് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വോയിസ് കോയിൽ ഉണ്ടാവും. അപ്പൊ 2 വയറുകളിലൂടെ കയറി വോയിസ് കോയിലേക്ക് വന്നു. അപ്പൊ വോയിസ് കോയിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ഈ വോയിസ് കോയിൽ ഇരിക്കുന്നത് മാഗ്നറ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ വോയിസ് കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. സോ വോയിസ് കോയിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലേ? കാരണം കറണ്ട് പാസ് ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടി. അത് എന്തിന്റെ ഉള്ളിലായിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ. നമ്മൾ എന്താ പറയുന്നത് മോട്ടോ പ്രിൻസിപ്പിളില്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എവിടെ ഇരുന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ഫോഴ്സ് ഫീൽ ചെയ്യും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആംപ്ലിഫയർ സാർ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. ആംപ്ലിഫയറിൽ നിന്ന് കറണ്ട് വരുന്നു അല്ലെ? ആ കറണ്ട് നേരെ വോയിസ് കോയിലേക്ക് കയറി അല്ലെ? അപ്പൊ വോയിസ് കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ വോയിസ് കോയിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയില്ലേ? അത് എന്തിന്റെ ഉള്ളിലായിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണ്. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വോയിസ് കോയിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളില് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും മക്കളെ? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് കാരണം ഉണ്ടല്ലോ വോയിസ് കോയില് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന വൈബ്രേഷൻ ഉണ്ടല്ലോ നേരെ വന്നിരിക്കുന്നത് അവിടെ കാണുന്ന ഡയഫ്രത്തിലാണ്. അപ്പൊ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്താൽ ആ വൈബ്രേഷൻ വന്നിരിക്കുന്ന ഡയഫ്രത്തിലല്ലേ? സോ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താൽ സൗണ്ട് ഈസ് റീപ്രൊഡ്യൂസ്ഡ് അല്ലെ? വൈബ്രേഷൻ അല്ലെ? വൈബ്രേഷനിൽ സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് പുറത്തേക്ക് വരും? സൗണ്ട് ആയിട്ട് പുറത്തേക്ക് വരും. ജസ്റ്റ് ഇതിനൊരു ഫ്ലോ ചാർട്ട് അത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? ആംപ്ലിഫയറിൽ നിന്ന് വരുന്നു, വോയിസ് കോയിലൂടെ കയറുന്നു. വോയിസ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലായതുകൊണ്ട് എന്താ ചെയ്യുക? വൈബ്രേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേഷൻ കാരണം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്താൽ സൗണ്ട് എന്താ ചെയ്യുക? റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഇതാണ് ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെ? വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ല, വർക്കിംഗ്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇഫ് ഇലക്ട്രിസിറ്റി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ പേജിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് മാറ്റി വെക്കാം, ഇത് പിന്നെ ആവശ്യമില്ലല്ലോ. ഇഫ് ഇലക്ട്രിസിറ്റി ഫ്ലോസ് ഇൻ എ കണ്ടക്ടർ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് കേട്ടോ. ഒരു പണി ചെയ്യാം സാർ, വരച്ച് തന്നെ പോവാം. ഇതൊരു കണ്ടക്ടർ, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. അപ്പൊ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് എന്ത് ഫ്ലോ ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നു എങ്കിൽ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ജസ്റ്റ് എബവ് ആൻഡ് ബിലോ ദ കണ്ടക്ടർ അല്ലെ? ഈ കണ്ടക്ടറുടെ മുകളിലും താഴെയും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരക്കല്ലേ പറഞ്ഞിരിക്കുന്ന. സിമ്പിൾ പരിപാടി. റൈറ്റ് ഹാൻഡ് തമ്പിൾ അപ്ലൈ ചെയ്യും. റൈറ്റ് ഹാൻഡ് തമ്പിൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് ആ ഫിഗർ നിങ്ങളുടെ ബുക്കിലേക്ക് ഫിഗർ വരക്ക്. ബുക്കിലേക്ക് ഫിഗർ വരച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് റൈറ്റ് ഹാൻഡ് പിടിച്ച് നോക്കിയേ അല്ലെ? ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് നിങ്ങൾ തമ്പ് ഹോൾഡ് ചെയ്യും. ആ സമയത്ത് സാറ് വരച്ചിരിക്കുന്ന പോലുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. നോക്കിയേ, ഇങ്ങനെ കിട്ടും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാ കിട്ടുക? എന്താ പറയാ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ വരച്ചിരിക്കുന്നത് പോലെ നമുക്ക് കിട്ടും അല്ലെ? എങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. മുകളില് കണ്ടോ, കണ്ടക്ടറിന്റെ മുകളില് ഏത് ഭാഗത്തേക്കാ പോകുന്നത്? നോർത്തിന്റെ ഭാഗത്തേക്കല്ലേ? അതേപോലെ കറങ്ങി താഴത്തേക്ക് വരുമ്പോൾ സൗത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന പോലെ അല്ലേ? ജസ്റ്റ് ഈ ഫിഗർ വരക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോ കണ്ടക്ടറിന്റെ മുകളില് നോർത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് പോലെ കണ്ടക്ടറിന്റെ താഴെ സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന പോലെ. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് വരച്ച് കാണിച്ചു കൊടുത്താലും മതി മക്കളെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അല്ലെ? അത് ടൈം കളയണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ വീണ്ടും വീണ്ടും അത് ഈ ടൈം കളയാതെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അല്ലെ? ഫിഗേഴ്സ് ഓഫ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ കണ്ടക്ടിങ് ലൂപ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് കണ്ടക്ടിങ് ലൂപ്സിന്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് പൊളാരിറ്റി ആണ് തന്നിരിക്കുന്നത് അല്ലെ? നമുക്കൊരു പണിയാണ്, സോളിനോയിഡ് ആക്കി എടുക്കുക. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ സോളിനോയിഡിന്റെ എൻഡുകളാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാലോ സോളിനോയിഡില് കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും. അതേപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ ആയിരിക്കും അല്ലെ? ഇതിൽ ഏതാ കറക്റ്റ് ഫിഗർ നോക്കിയാൽ പോരെ? പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ നോക്കിയോ നിങ്ങള്? ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ആണ്, സൗത്ത് പോൾ ആവേണ്ടത്, തെറ്റാണ്. സെക്കൻഡ് ഫിഗർ പോസിറ്റീവ് നെഗറ്റീവ് ക്ലോക്ക് വൈസ് ആണ്, സൗത്ത് പോൾ കറക്റ്റ് ആണ്. ഇവിടെ പോസിറ്റീവ് ഇപ്പുറത്താണ്, അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ആണ്, നോർത്ത് പോൾ കറക്റ്റ്. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് സൗത്ത് പോൾ ആണ്, തെറ്റാണ്. ആകെ 2 ഫിഗറേ കറക്റ്റ് ഉള്ളൂ അല്ലെ?
ഏതൊക്കെയാണ് കറക്റ്റ് ഫിഗർ? ബി ആൻഡ് സി. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ മതി? എന്താണ്? എൻഡ് ഓഫ് ദ സോളിനോഡ് അറ്റ് വിച്ച് കറന്റ് പാസസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് സൗത്ത് പോൾ ആൻഡ് എൻഡ് ഓഫ് ദ സോളിനോഡ് അറ്റ് വിച്ച് കറന്റ് പാസസ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് നോർത്ത് പോൾ. ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി മക്കളെ. ക്ലിയർ അല്ലേ പരിപാടി? അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. സോളിനോയിഡായിട്ട് റിലേറ്റ് ചെയ്ത സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഒന്നിലധികം സാധനമൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നെ അറ്റൻഡ് ചെയ്യാണ്ട് വിട്ടുകളയാലോ. ഇങ്ങനത്തെ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യണം. കാരണം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്ന് വായിച്ചു നോക്കിയേ. The picture given shows two bar magnets placed near a current carrying solenoid. ഒരു കറന്റ് ക്യാരിങ് സോളിനോഡ് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? സോളിനോഡ് കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് മാഗ്നറ്റ് അല്ലെ, എയും ബിയുടെ പ്ലേസ് ചെയ്തിട്ടില്ലേ? ഇനി എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഓപ്ഷനിലേക്ക് ഒന്ന് പോകണം. നമുക്കൊരു പണി ചെയ്യാം. ഇതാ ഇവിടെ നോക്കിയോ മക്കളെ, പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. സാർ ഇതൊന്ന് സൂം ചെയ്യുന്നുണ്ട് കേട്ടോ. പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇനി ഇതാ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പോസിറ്റീവ് ടെർമിനലിലൂടെ ദാ കറണ്ട് വന്നതാ ഇങ്ങനെയല്ലേ കറണ്ട് പോകുന്നത്? ഇത് ഏത് ഡയറക്ഷനാണ് അല്ലെ? ഫിഗറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ലെ? ഇത് ക്ലോക്ക് വൈസ് ആണ് അല്ലെ? സിമ്പിൾ. ഒന്നുകൂടെ വെറുതെ നോക്കിക്കോ. ദാ ഒന്നുകൂടി കാണിച്ചു തരാം, കൺഫ്യൂഷൻ ആക്കണ്ട. ദാ പോസിറ്റീവ് നിന്ന് വരുന്നു, ഇങ്ങനെ കയറി പോകുന്നതാണ് ക്ലോക്ക് കറങ്ങുന്നത് പോലെ. അപ്പൊ ഈ എൻഡില് ക്ലോക്ക് വൈസ് അല്ലേ? സോ ഇത് സൗത്ത് പോൾ അല്ലേ? ഇനി അപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നോർത്ത് പോൾ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സൗത്ത് പോൾ ഇരിക്കുന്ന എൻഡ് ഉണ്ടല്ലോ, ഈ കാണുന്ന എൻഡ്, അവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ബാർ മാഗ്നറ്റിന്റെ ഏതെന്റാ ഉള്ളത്? സൗത്ത് പോൾ തന്നെ അല്ലടാ. അപ്പൊ സൗത്ത് പോളും വന്നാൽ കൺഫേം റിപ്പല്ലേ. ഇത്രേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ സാധനമാണ്. നമ്മൾ ആ ഫിഗർ നോക്കാനുള്ള പേടി കാരണമാണ്. അതേപോലെ റൈറ്റ് സൈഡിലേക്ക് വന്നേ, തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് വന്നേ. ഇവിടെ നോർത്ത് പോൾ അല്ലേ? പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന അല്ലെ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ആണ് ഇവിടെ. ഉറപ്പായിട്ടും ഇത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ മാഗ്നറ്റ് എ സൗത്ത് ആയതുകൊണ്ട് എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും അല്ലെ? അതേപോലെ തന്നെ മാഗ്നറ്റ് ബി എന്താ ചെയ്യാം മക്കളെ? സൗത്ത് പോൾ നോർത്ത് പോൾ ആയതുകൊണ്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ എ റിപ്പൽ ചെയ്യും, ബി അട്രാക്ട് ചെയ്യും. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇതില് ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാല് എന്താണ്? ക്ലോക്ക് വൈസില് സൗത്ത് പോൾ ആയിരിക്കും. സോ സൗത്ത് പോൾ വന്നാൽ റിപ്പൽ ചെയ്യും. ആ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതിയാവും അല്ലെ? ഇനി വാട്ട് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സോളിനോഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സോളിനോട് ആരെ പോലെ ബിഹേവ് ചെയ്യും മക്കളെ? സോളിനോട് ഒരു ബാർ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യും അല്ലെ? കറണ്ട് ഇല്ലെങ്കിലോ അല്ലെ? മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യില്ല. അപ്പൊ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രം അവർ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? കറണ്ട് ഇല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. സോ അത്തരം മാഗ്നറ്റുകളെ വിളിക്കുന്ന പേരാണ്, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. സോളിനോഡ് അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ they produces magnetic field only when there is electric current. അവരുടെ ഏതെങ്കിലും രണ്ട് യൂസസ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഇവരെ ക്രെയിനുകളൊക്കെ യൂസ് ചെയ്യും അല്ലെ? കണ്ടെയ്നർ ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രെയിനുകൾ, അവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് MRI അല്ലെ? ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ MRI സ്കാനേഴ്സ് ഒക്കെ ഉണ്ടാവും, സ്കാനിങ് മെഷീൻ കാര്യങ്ങളൊക്കെ. അതിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ എ ബി ഈസ് മാർക്ക്ഡ് അല്ലെ? എ ബി എന്ന് പറഞ്ഞ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഇതാണ് എ ബി. കണ്ടോ? അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ? അവിടെ ഒന്നും കൂടി വരക്കുന്നുണ്ട്. ഇനി അവരെ ചോദ്യം ഇതാണ്: കറണ്ട് എങ്ങോട്ടാണ് ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒരു പണി ചെയ്യും, കറണ്ട് തന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഏത് റൂളാണോ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? എന്താ ചെയ്യേണ്ടത്? കറന്റിന്റെ ഡയറക്ഷനിൽ റൈറ്റ് ഹാൻഡ് പിടിക്കുക, സോറി റൈറ്റ് ഹാൻഡ് അല്ല, തമ്പ് പിടിക്കുക റൈറ്റ് ഹാൻഡിന്റെ. ബാക്കിയുള്ള വിരലുകളല്ലേ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഓട്ടോമാറ്റിക്കലി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? തമ്പ് പിടിക്കല്ലേ? ബാക്കിയുള്ള വിരലുകൾ ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ പിടിക്കുക അല്ലെ? ഫിഗറിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയല്ലടാ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലെ? ഫിഗറിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിരിക്കുന്നത്. സാർ അവിടെ വരക്കുന്നുണ്ട് അല്ലെ? നിങ്ങൾ അതേപോലെ നിങ്ങളുടെ ബാക്കിയുള്ള വിരലുകൾ ഒന്ന് പിടിച്ചു നോക്കിയേ. ബുക്കിൽ ആ കറക്റ്റ് നിങ്ങൾ വരക്കുന്ന ഇതിലൊന്ന് പിടിച്ചു നോക്കിയേ.
അപ്പൊ നിങ്ങൾക്ക് തമ്പ് എങ്ങോട്ടാ കിട്ടുക? റൈറ്റ് ഹാൻഡ് അല്ലേ? B2A അല്ലേ കിട്ടുക? ഇതേപോലെ അല്ലേ കിട്ടുക? അപ്പൊ കറണ്ട് കിട്ടിയില്ലേ? എളുപ്പം പരിപാടിയല്ലേ? കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ 4 വിരലുകളും അടക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ തമ്പുള്ളതാണ് കറണ്ട്. എളുപ്പം പരിപാടിയാണ്. അപ്പൊ ആൻസർ വരുന്നത് B2A. ഇത്രയും നേരം ചോദിച്ചിട്ട് ബി കോഴ്സിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. Say the law that support this. അല്ലെ? ഇതിനായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണെന്നല്ലേ? കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ക്ലിയർ അല്ലേ മക്കളെ? നമ്മള് അടുത്ത ക്വസ്റ്റിലേക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നേരത്തെ ലൗഡ് സ്പീക്കറിനെ കുറിച്ച് പഠിച്ചില്ലേ? ലൗഡ് സ്പീക്കറിന്റെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മളോട് ഇതിന്റെ എന്താണ് ഈ കാണുന്ന പോലത്തെ ഫ്ലോ ചാർട്ടാ ചോദിക്കുക. ഇവിടെ ഫ്ലോ ചാർട്ട് അവർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. നമ്മളോട് അതൊന്ന് റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം അല്ലെ. ആദ്യം വോയിസ് കോയിൽ സിറ്റുവേറ്റഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് വേണ്ടല്ലേ. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും അവസാനം. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് ഏറ്റവും അവസാനം. ഇലക്ട്രിക് സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാലോ, ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് സിഗ്നൽ വോയിസ് കോയിലിൽ കയറി വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അപ്പോഴല്ലേ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഓർഡർ വരിക അല്ലെ? ആദ്യം ഇലക്ട്രിക് സിഗ്നൽ നേരെ വന്ന് വോയിസ് കോയിലേക്ക് കയറി അല്ലെ. മൂന്നാമത് അത് കാരണം ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തു. നാലാമതാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർഡർ മനസ്സിലായില്ലേ മക്കളെ? അതിന്റെ പി കോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഞാൻ ഇല്ലെങ്കിൽ പറയാനായിട്ട് മതിയായി പറഞ്ഞു എന്താണ് ആ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്ന ഏത് പ്രിൻസിപ്പിൾ ആണ്? മോട്ടോ പ്രിൻസിപ്പിൾ ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഗുണമുണ്ട് കേട്ടോ. നമ്മളത് റീക്യാപ്പ് ചെയ്യും. കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ഗുണം കൂടിയുണ്ട്. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അല്ലേ? ഇതേ മക്കളെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ. അതായത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഉറപ്പായിട്ടും നമുക്കറിയാം കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഇതാ കറണ്ട് പാസ് ചെയ്ത് ഇതേപോലെ വരും അല്ലെ. ഇനി എ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാലോ. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ കറണ്ട് ഫ്ലോ ഇൻ ദ കോയിൽ ദാറ്റ് ഫേസസ് യു വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതാണ് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. അതിന് മുമ്പേ നമ്മളിവിടെ പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ഡയറക്ഷനാണ് മക്കളെ? ക്ലോക്ക് വൈസ്. അപ്പൊ ആൻസർ ക്ലോക്ക് വൈസ് അല്ലെ. ഇനി ബി കോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ ദിസ് കേസ് വൺ സ്റ്റുഡന്റ് സെഡ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ലൈൻ ഈസ് ഇൻ ടു ദ കോയിൽ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും നിങ്ങൾ 1 മാർക്കിന് വേണ്ടി പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക് ആണ് കേട്ടോ. സിമ്പിൾ ആണ് സാറ് പറഞ്ഞത്. നോക്കിയോ, ഞാനിവിടെ ഈ സാധനം ഒന്നുകൂടി വരക്കുന്നുണ്ട്. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ. ഞാൻ ജസ്റ്റ് ഇതാ എയും ബിയും മാർക്ക് ചെയ്യുന്നുണ്ട്, വീണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്കറിയാം എയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ എങ്ങനെയാ വരക്കേണ്ടത് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് അറിയാണ്ട് റൈറ്റ് ഹാൻഡ് നമ്മൾ യൂസ് ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഇതാ എയില് മാഗ്നറ്റിക് ഫീൽഡ് മേളിലേക്കാണ് അല്ലെ. നമുക്കറിയാം ക്ലോക്ക് വൈസ് അല്ലേ, അവിടെ മേളിലേക്കാണ്. നിങ്ങൾ തമ്പൊന്ന് മേളിലേക്ക് പിടിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് ഇതാ ഇതേപോലെ കിട്ടുന്നുണ്ടാ നോക്ക്. കിട്ടുന്നില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തെറ്റാന്നാണ്. കിട്ടുന്നുണ്ടെങ്കിൽ പഠിച്ച് പക്ക. അപ്പൊ നോക്കിയേ, എയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരച്ചിരിക്കുന്ന പോലെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്. എങ്ങനെയാ ചെയ്യേണ്ടത്? എയില് അല്ലെ ക്ലോക്ക് വൈസ് കറങ്ങുന്നതുകൊണ്ട് മേളിലേക്കാണല്ലേ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്ലോക്ക് വൈസ് കറങ്ങുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സാറ് കാണിക്കുന്ന നോക്കണം കേട്ടോ. നിങ്ങൾക്ക് അത് ചിലപ്പോൾ തിരിഞ്ഞു കാണും. അതുകൊണ്ടാണ് നിങ്ങളുടെ ബുക്കിൽ നോക്കാൻ പറയുന്നത്. എന്താണ്? ക്ലോക്ക് വൈസ് കറങ്ങുന്നതുകൊണ്ട് എയില് മേളിലേക്കാണ് അല്ലെ. തമ്പ് മേളിലേക്ക് പിടിക്കുക. അപ്പോൾ ബാക്കിയുള്ള വരികൾ നിങ്ങൾ ബുക്കിൽ സാറ് മാർക്ക് ചെയ്ത പോലെയാണ് കിട്ടിയിരിക്കുന്നെങ്കിൽ കറക്റ്റ് ആണ്. ഇനി ബിയില് നോക്കിക്കേ. ബിയില് കറണ്ട് താഴത്തേക്കാണ് അല്ലെ. കാരണം ക്ലോക്ക് വൈസ് അല്ലല്ലോ, കറങ്ങി താഴത്തേക്ക് വരൂലേ. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചു കഴിഞ്ഞാൽ തമ്പ് പിടിച്ചു നോക്കൂ. ഇതേപോലെയല്ലേ കിട്ടാം അല്ലെ? ഇതേപോലെയല്ലേ കിട്ടാം നിങ്ങൾക്ക്. 2 കേസിലും നോക്കിയേ. ഇതാണ് നമ്മുടെ കോയിൽ. കണ്ട, ഇതാണ് നമ്മുടെ കോയിൽ. റൗണ്ട് ആണ് കോയിൽ. 2 കേസിലും മാഗ്നറ്റിക് ഫീൽഡ് ഇതാ നോക്കൂ, കോയിലിന്റെ ഉള്ളിലേക്ക്. സോ 2 കേസിലും ഇൻ ടു ദ കോയിൽ അല്ലേ അല്ലെ? ഇൻ ടു ദ കോയിൽ ആണല്ലേ. ഇനി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ സാധനം കിട്ടും. എന്താണെന്നറിയോ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദിസ് കേസ് വൺ സ്റ്റുഡന്റ് സേ ദാറ്റ്. ഏതോ ഒരു നല്ല കുട്ടി, പഠിക്കുന്ന ഒരു കുട്ടിയാണ് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡയറക്ഷൻ ഓഫ് അല്ലെ, ദ ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ലൈൻസ് ഈസ് ഇൻ ടു ദ കോയിൽ. ഫ്ലക്സ് ലൈനിന്റെ ഡയറക്ഷൻ ഇൻ ടു ദ കോയിൽ ആണെന്ന്. കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എന്താണ്? when we apply right hand thumb rule at point A and B.
അല്ലെ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പോയിന്റ് എയിലും ബിയിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഇൻ ടു ദ കോയിൽ എന്ന് കിട്ടും. എങ്കിൽ സാർ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. നോക്കിയോ, ഒരു സർക്കുലാർ കോയിൽ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൺഫേം ആയിട്ടും ഇൻ ടു ദ കോയിൽ ആയിരിക്കും. അതേപോലെ എനിക്ക് തന്നിരിക്കുന്ന സർക്കുലാർ കോയിലില് കറണ്ട് പാസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും പുറത്തേക്കായിരിക്കും. മീൻസ് ഔട്ട് ഓഫ് ദ കോയിൽ, ഇവിടെ ഇൻ ടു ദ കോയിൽ. പഠിച്ചു വെച്ചേക്കാട്ടോ, 1 മാർക്കിന് ചോദിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഇത് മറന്നു പോയാലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് വരച്ചു നോക്കിയാൽ മതി. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ അതിലേക്കൊന്നും ജസ്റ്റ് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല, അത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനെ ബേസ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഒബ്സർവ് ദ ഫിഗർ എന്ന് പറഞ്ഞിട്ട് 2 സർക്യൂട്ട് തന്നിട്ടുണ്ട് അല്ലെ? 2 കേസ് തന്നിട്ടുണ്ട്, എയും ബിയും. 2 കേസിലും കറണ്ട് പാസ് ചെയ്യുന്ന ഒരേപോലെയാണ് ട്ടോ. കാരണം എന്താ നോക്കിയേ, പോസിറ്റീവ് രണ്ടും ഈ സൈഡിൽ തന്നെയാണ്. എന്താ വ്യത്യാസം എന്നറിയോ? ഒരു സ്ഥലത്ത് എന്താണ് മാഗ്നറ്റിന്റെ ഇടയിലെ മേളിലും, മറ്റേ സ്ഥലത്ത് മാഗ്നറ്റിന്റെ ഇടയിലെ താഴെയുമാണ്. അപ്പൊ എന്തോ അല്ലെ, നമ്മൾ അവിടെ നിന്ന് കുഴപ്പിക്കാനുള്ള ചോദ്യം ആയിരിക്കും അല്ലെ? കാരണം സിമ്പിൾ ആണ്, പലർക്കും അറിയാത്തൊരു കൺസെപ്റ്റ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇൻ ഈച്ച് കേസ് when the switch is turned on is the north pole of the magnet placed next to the conductor AB deflect clockwise or anti-clockwise. ഈ തന്നിരിക്കുന്ന 2 കേസിലെ മക്കളെ, അവിടെ നമ്മൾ എങ്ങാനും സ്വിച്ച് ഓൺ ചെയ്യുവാണെങ്കിൽ ആ തന്നിരിക്കുന്ന മാഗ്നറ്റിന്റെ ഇടയിലെ നോർത്ത് പോള്, മറക്കണ്ട, നോർത്ത് പോള്, അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നോർത്ത് പോള് ക്ലോക്ക് വൈസ് കറങ്ങോ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങോ? ഇതാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ എന്താണ് മാഗ്നറ്റിൽ ക്ലോക്ക് വൈസ് ഇറങ്ങും ആന്റി ക്ലോക്ക് വൈസ് ഇറങ്ങുമെന്നല്ലേ? നിങ്ങൾ അങ്ങനെ ഒന്നും നോക്കണ്ട, നിങ്ങളൊരു പരിപാടി ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നമ്മൾ നേരത്തെ ചെയ്ത ഒരു സാധനം ഉണ്ടല്ലോ, ഇതാ ഏതാണെന്നറിയോ? മുകളിലെയും താഴത്തതും ഇതേ കണ്ടത്, ഈ സാധനം മുകളിലെയും താഴത്തതും നമ്മൾ നേരത്തെ ഡയറക്ഷൻ വരച്ചില്ലേ? അതേ ഡയറക്ഷൻ നമുക്ക് ഈ കാണുന്ന ഫിഗറിൽ ഒന്നുകൂടെ ഒന്ന് വരച്ചാലോ? ഇതാ നമ്മളിവിടെ ചെയ്യാണ്ടി പോകുന്ന നോക്കിയോട്ടോ. ഈ ഫസ്റ്റ് ഫിഗർ എടുക്കാം. ഫസ്റ്റ് ഫിഗറിൽ നമുക്കറിയാം അല്ലെ, കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ് എങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ദാ ഇതേപോലെ ഇങ്ങനെയല്ലേ വരാ അല്ലെ? ഇങ്ങനെയല്ലേ മാഗ്നറ്റിക് ഫീൽഡ് വരാ? എങ്ങനെയാണ്? ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് കൂടെ ഇങ്ങനെ പോവാ അല്ലെ? സാർ വരച്ചിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ? ദാ ഇതേപോലെയല്ലേ പോവാ. എങ്കിൽ ഞാൻ ചോദിക്കുന്ന എത്രയേ ഉള്ളൂ, ഈ കാണുന്ന ഭാഗത്ത് മേൽഭാഗത്ത് അല്ലെ, ഈ സർക്യൂട്ടിന്റെ മേളില് എങ്ങനെയാ പോയിരിക്കുന്നത്? ഇങ്ങനെയല്ലേ പോയിരിക്കുന്ന മേളില് അല്ലെ? മേൽഭാഗത്ത് മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ മേൽഭാഗത്ത് എങ്ങനെയാണോ പോയിരിക്കുന്നത് ആ രീതിയിലായിരിക്കും, അതായത് നമ്മൾ എടുക്കുന്ന ഭാഗം ഏതാണോ ആ ഭാഗത്ത് എങ്ങനെയാണോ പോയിരിക്കുന്നത് അതായിരിക്കും നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ. ആ ഡിഫ്ലക്ഷൻ ആണ് നോർത്ത് പോളിന്റെ ഡിഫ്ലക്ഷൻ. നമ്മൾ അത് ഇവിടെ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് ഇതാ ഈ കാണുന്ന ഭാഗത്ത് ഇതേപോലെ ഡിഫ്ലക്ഷൻ അല്ലേ കിട്ടുക അല്ലെ? കാരണം നോർത്ത് പോൾ അല്ലെ, ആ ഇത് പോകുന്നത് പോലെ തന്നെ ഇങ്ങനെയല്ലേ കറങ്ങാം. അത് ഏത് കറക്കമാണ്? ക്ലോക്ക് വൈസ് അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതേ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ടല്ലോ, നമ്മൾ ഈ കാണുന്ന സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും. സാർ ഒന്നുകൂടി കാണിച്ചാൽ നോക്കിയോ, ഈ കാണുന്ന ഫിഗറിൽ കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണ് അല്ലെ? നിങ്ങൾ സെക്കൻഡ് ഫിഗർ എടുക്കണ്ട, ഇപ്പൊ എടുക്കല്ലേ, അത് സാർ പറയുന്ന പോലെ ശ്രദ്ധിച്ചോട്ടോ. അപ്പോ ഈ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇതാ ഈ കാണുന്ന എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇല്ലേ, അത് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇതാ ഇങ്ങനെ പുറത്തു കൂടെ അല്ലേ വരാം, ഇതേപോലെ അല്ലേ വരാം. അപ്പൊ ഒന്ന് മേളിലത്തെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ? മേളിലത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മേലതാ ഇതേപോലെ ഡിഫ്ലക്ട് ചെയ്യുക, നോർത്ത് പോൾ അതേപോലെ ഡിഫ്ലക്ട് ചെയ്യാട്ടോ. അപ്പൊ എന്താ സംഭവിക്കുക? നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുന്ന അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ അല്ലേ? എങ്കില് എളുപ്പം പരിപാടി പറഞ്ഞുതരാം. മേളിൽ എങ്ങനെയാണോ ഡിഫ്ലക്ട് ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും താഴെ ഡിഫ്ലക്ട് ചെയ്യുക. കാരണം എന്താണെന്നറിയോ? ഇതാ മേളിൽ ഇങ്ങനെയല്ലേ കറണ്ട് പോയത്, താഴത്തേക്ക് അത് തിരിച്ചല്ലേ വരാം. അപ്പൊ നോർത്ത് പോൾ അതനുസരിച്ച് തിരിച്ചല്ലേ കറങ്ങാം. അപ്പൊ നോർത്ത് പോൾ ഈ ഭാഗത്തേക്കല്ലേ കറങ്ങോളൂ. കണ്ടോ? താഴത്ത്
സാറ് കാണിച്ചിരിക്കുന്നത് ഈ ആരോ പോലെയല്ലേ വരിക കറണ്ട്. അപ്പൊ ആ ആരോ പോകുന്ന ഭാഗത്തേക്ക് നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. എങ്ങോട്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആ ഭാഗത്തേക്ക് നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയപ്പോ എന്താ മനസ്സിലായത്? താഴത്തേക്ക് എങ്ങനെയാണോ ആരോ പോയിരിക്കുന്നത് ആരോ പോണ ഭാഗത്തേക്ക് നോർത്ത് പോൾ ഡിഫ്ലക്ട് ചെയ്യാം. അപ്പൊ താഴത്ത് നോർത്ത് പോൾ ആ ഭാഗത്തേക്കല്ലേ ഡിഫ്ലക്ട് ചെയ്തത്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. ക്ലോക്ക് കറങ്ങുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ മക്കളെ. സോ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നീഡിൽ എവിടെയാണോ അപ്പോൾ ആ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുക. നീഡിൽ മേളിലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് പിടിക്കുമ്പോൾ മേളിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് ആ ഭാഗത്തേക്ക് നോർത്ത് പോളിനെ ഡിഫ്ലക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ് താഴത്ത് നിന്ന് ഇങ്ങനെയാ വരുന്നത്. സോ കണ്ടോ നമ്മളത് മാർക്ക് ചെയ്തപ്പോ ക്ലോക്ക് കറങ്ങുന്ന പോലെ. ഇനി താഴത്താണെങ്കിലോ ഉള്ളിലേക്കാ പോകുന്നത് അല്ലെ, പേജിന്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെയല്ലേ പോകുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തപ്പോ ആന്റി ക്ലോക്ക് ആണ് അല്ലെ. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റ് മാർക്ക് ചെയ്തിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. സൗത്ത് പോളിയുടെ റോളിലിട്ടാ നോർത്ത് പോളിന് മാത്രമേ റോളുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ഹാൻഡ് തമ്പ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ 4 വിരലുകളും മടങ്ങുന്നത് എവിടെയാണോ കോമ്പസ് ഉള്ളത് നീഡിലുള്ളത് ആ ഭാഗം വെച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. സോ എ ക്ലോക്ക് വൈസും എന്താണ് ബി ആന്റി ക്ലോക്ക് വൈസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ അല്ലേ മക്കളെ? സോ എന്താണ് ബി കോസിൽ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റ് നീഡിൽ ഇൻ ഈച്ച് കേസ് അല്ലേ? എന്തുകൊണ്ടാണ് മാഗ്നറ്റ് നീഡിൽ ഡിഫ്ലക്ട് ആയത്? കറണ്ട് പാസ് ചെയ്തുകൊണ്ടല്ലേ. കറണ്ട് പാസ് ചെയ്തപ്പോ എന്താ ഉണ്ടായത്? കറണ്ട് പാസ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായില്ലേ മക്കളെ. അപ്പൊ കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളില് അല്ലെ ഒരു നീഡിൽ വെച്ചാൽ അതിന് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കാരണം അത് ഡിഫ്ലക്ട് ആയത്. അപ്പൊ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വെൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ദ കണ്ടക്ടർ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റ്. ഇനി എന്താ മക്കളെ സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസ്. അതായത് 2 കേസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 2 കേസിലും നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നീഡിൽ എപ്പോഴാണ് മക്കളെ ഡിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ? ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതുകൊണ്ടല്ലേ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? മൂവിങ് ദ മാഗ്നറ്റിക് നീഡിൽ അവേ ഫ്രം ദ കണ്ടക്ടർ. ഇതാണ് കണ്ടക്ടർ അല്ലെ. ഈ പെന്നാണ് നീഡിൽ എന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറുടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്ത്. ഞാൻ ഈ പെന്നിനെ ഇതിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ദൂരത്തേക്ക് മാറ്റിയാൽ എന്താ സംഭവിക്കുക അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു അല്ലെ. ഈ പെന്നിന് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാതെ ഡിഫ്ലക്ഷൻ കുറയും. അപ്പൊ എന്താ അവിടെ സംഭവിച്ചാന്നറിയോ? ഡിഫ്ലക്ഷൻ ഡിക്രീസസ്. ഡിഫ്ലക്ഷൻ എന്ത് പറ്റും എന്നാ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? മാഗ്നറ്റിക് നീഡിൽ ദൂരത്തേക്ക് കൊണ്ടുപോകും തോറും മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാതെ ആകും. സോ ഡിഫ്ലക്ഷൻ എന്താവും? ഡിക്രീസ് ചെയ്യും, കുറയും. ഇനി വേറൊരു കാര്യമുണ്ട്. ഇന്റൻസിറ്റി ഓഫ് ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ഈസ് റെഡ്യൂസ്ഡ്. കറണ്ട് കുറച്ചാലേ നമുക്കളെ പറ്റാ. കറണ്ട് ഉണ്ടാവുമ്പോഴേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സോ കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അവിടെയും എന്താ സംഭവിക്കുക? ഡിഫ്ലക്ഷൻ കുറയും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. എന്തിന്റെയോ ഏതൊക്കെയോ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ കുറച്ചത് പറഞ്ഞാണ് അല്ലെ, ലൗഡ് സ്പീക്കറിന്റെ ഫിഗർ. വെറുതെ പറഞ്ഞാണ്, എല്ലാവർക്കും അറിയാവുന്ന ഫിഗർ ആണല്ലേ. എന്തിന്റെയൊക്കെയോ എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. ലൗഡ് സ്പീക്കറിന്റെ ഫിഗറുകളെ തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ദിസ് ഡിവൈസ് അല്ലെ. തന്നിരിക്കുന്ന ഫിഗർ എന്താണ്? ഐഡന്റിഫൈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ്. മതിയായി, 2 പ്രാവശ്യം ഓൾറെഡി പറഞ്ഞാണ് അല്ലെ. തന്നെ അതിന്റെ വർക്കിംഗ്. ബി കോഴ്സിൽ ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ഡിവൈസ്. വോയിസ് കോയിലേക്ക് ഞാൻ കറണ്ട് കൊടുത്തു. വോയിസ് കോയില് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻസൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്പീരിയൻസ് ഫോഴ്സ് വൈബ്രേറ്റ് ചെയ്തു. എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാൻ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുത്തത് എന്താ? കറണ്ട് ആണ് അല്ലെ. ഇലക്ട്രിക് കറണ്ട് അല്ലേ കൊടുത്തത്. പുറത്തേക്ക് കിട്ടിയത് എന്താ? സൗണ്ട് അല്ലേ. സോ എന്താണ് എനർജി ചേഞ്ച്? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു സൗണ്ട് എനർജി. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു സൗണ്ട് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നെ എഴുതാൻ മതി. എന്താ പറഞ്ഞിരിക്കുന്നത്? നെയിം അനദർ ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. ഇതേ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന അടുത്ത ഡിവൈസുകൾ ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇതേത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്ന ലൗഡ് സ്പീക്കർ അല്ലെ. ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണല്ലേ. മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന അടുത്ത ആള് DC മോട്ടോർ അല്ലെ. പറഞ്ഞു ഒരുപാട് തവണ നിങ്ങൾ തന്നെ കേട്ടായിട്ടും അടുത്ത ടോപ്പിക്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എല്ലാവർക്കും
ഒരു പേടിയുള്ള ടോപ്പിക്കാണ് അല്ലെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താണെന്ന് നോക്കിയേ, കറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാലല്ലേ ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റൂല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താ എക്സ്പീരിയൻസ് ചെയ്യുക, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ. ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ്, മോട്ടോ പ്രിൻസിപ്പിൾ. ഈ മോട്ടോ പ്രിൻസിപ്പിൾ പ്രകാരം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യൂലേ, ആ ഫോഴ്സ് കണ്ടുപിടിക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ, തമ്പ്, പോയിന്റ് ഫിംഗർ, മിഡിൽ ഫിംഗർ, 3 പേര് എങ്ങനെയാ പിടിക്കേണ്ടത്, മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഫാദർ മദർ ചൈൽഡ്. കീവേഡ് ഓർത്തിരിക്കാട്ടോ, ഫാദർ മദർ ചൈൽഡ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഇത് വെച്ച് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. നമുക്കൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കിയാലോ. വാ, എ കോസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ഡയറക്ഷൻ തന്നെയാണ്, നമുക്ക് നോക്കാം. ഇതാ ഇവിടെ പോസിറ്റീവ് ടേമിൽ, ഇവിടെ നെഗറ്റീവ് ടേമിൽ അല്ലെ. അപ്പൊ സോ കറണ്ട് പാസ് ചെയ്തു ഇതാ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു. അതെല്ലാവർക്കും മനസ്സിലായല്ലേ. സോ കറണ്ട് എ ടു ബി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ഓക്കെ അല്ലെ. സാറ് പിടിക്കുന്ന ഫിഗർ വെച്ച് നോക്കരുതടാ, നിങ്ങൾ നിങ്ങളുടെ പേജിൽ വരുന്ന ഫിഗറിൽ വരുന്ന അല്ലെങ്കിൽ ആ സ്ക്രീനിൽ വരുന്നത് വെച്ച് നോക്കുക. കാരണം ഞാൻ പിടിക്കുന്ന നിങ്ങൾക്ക് തിരിഞ്ഞിട കാണാം. ജസ്റ്റ് ഒന്ന് അത് വെച്ച് നോക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് സാറ് വെക്കുമ്പോൾ ഇങ്ങനെ വരാം. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് സാറ് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാലോ, ഫാദർ മദർ ചിൽഡ്രൻ അല്ലെ, ചൈൽഡ് അല്ലേ. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. എ ടു ബി, കറണ്ടാണ് സാർ ഇവിടെ പിടിച്ചിരിക്കുന്നത് അല്ലെ, എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പിടിച്ചു. ഓക്കെ, ശരി. കാര്യമുണ്ട്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് പിടിക്കണ്ടേ, ഫാദർ മദർ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എവിടെ നിന്ന് അങ്ങോട്ടാ, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാ. അപ്പൊ ഇവിടെ നോർത്ത് സൗത്ത്. ഓക്കെ അല്ലെ. എനിക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പിടിക്കുക കേട്ടോ. ആ ഫിഗറിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അതിനെ ഫേസ് ചെയ്തുകൊണ്ട് പിടിക്കുക. അല്ലെങ്കിൽ ഞാൻ പിടിക്കുന്ന പോലെ പിടിച്ചാൽ തെറ്റിപ്പോ, കാരണം ഞാൻ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ എ ടു ബി സാർ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് കറണ്ട്. അതേപോലെ നോർത്ത് ടു സൗത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ സാറിന് എന്താ കിട്ടിയാന്നറിയോ, തമ്പതാ ഇങ്ങനെ മേളിലേക്കാ. നിങ്ങൾക്ക് അത് തന്നെ കിട്ടണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. കറണ്ട് എ ടു ബി എല്ലാവരും ഒന്ന് പിടിച്ചേ. അതേപോലെ തന്നെ നോർത്തും സൗത്തും കാണാലോ ഫിഗറില്. ഇതാ നോർത്ത് സൗത്ത് അല്ലെ. അവിടെ നിന്ന് ഒന്ന് കറക്റ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് മേളിലേക്കല്ലേ, തമ്പാണ് ഫോഴ്സ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ. ദാ when the bell switch is turned on, സ്വിച്ച് ഓൺ ആക്കിയാൽ in which direction will the metal rod AB more അല്ല മൂവ്. എ ബി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഫോഴ്സ് എങ്ങോട്ടാണെന്ന് കണ്ടുപിടിച്ചോളൂ, തമ്പ് മേളിലേക്കല്ലേ, അപ്വേർഡ്. ക്ലിയർ അല്ലേ. ഇനി നോർത്ത് സൗത്ത് തമ്മിൽ തിരിച്ചെന്ന് വിചാരിക്കേ, അപ്പൊ നിങ്ങൾ തിരിച്ചു പിടിക്കുക നേരത്തെ പിടിച്ചതിനേക്കാൾ. ഇനി എ ടു ബിക്ക് വരും ബി ടു എ ആക്കിയെന്ന് വിചാരിക്കും, കറണ്ട് നേരത്തെ ഓപ്പോസിറ്റ് പിടിക്കുക. സിമ്പിൾ പരിപാടിയാണ്, കറക്റ്റ് ആയിട്ട് റൂൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോഴാ വരുന്നത് അല്ലെ. ഇനി ബി കോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഷുഡ് ബി ഡൺ ടു കീപ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ റോഡ് അൺചേഞ്ച്ഡ്. അതായത് ഇപ്പൊ അപ്വേർഡ് അല്ലേ മൂവ് ചെയ്തത്, ഇനി അപ്വേർഡ് തന്നെ മൂവ് ചെയ്യണമെന്ന്, അൺചേഞ്ച് ആവാൻ പാടില്ല, ഡൗൺവേർഡ് ആവാൻ പാടില്ല. അപ്പോ ഡയറക്ഷൻ ഓഫ് മോഷൻ അൺചേഞ്ച്ഡ്, അനങ്ങാതിരിക്കണം. വൈൽ ചേഞ്ചിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആക്കിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫാദർ മദർ ചൈൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ജസ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ചേക്കണം, ഫിഗർ ഒന്നും അല്ലടാ, വെറുതെ പിടിച്ചേക്കണാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് പിടിച്ചു, അപ്പോ ഫോഴ്സ് മേളിലേക്കല്ലേ അല്ലേ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയോ, മാഗ്നറ്റിക് ഫീൽഡ് ഇതാ തിരിച്ചു അല്ലെ. കറണ്ട് ഒന്നും മാറ്റുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് കറണ്ട് മാറ്റാതെ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചാക്കി എന്റെ ഭാഗത്തേക്കാക്കി, ഫോഴ്സ് താഴത്തേക്കായില്ലേ. സോ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചു കഴിഞ്ഞാൽ ഫോഴ്സ് തിരിയും മക്കളെ. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, ഫോഴ്സ് തിരിയാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ, കാര്യം ചെയ്താൽ മതി, ഫോഴ്സ് മേളിലേക്കല്ലേ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചോ, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് തിരിക്കുമ്പോൾ എന്താ ചെയ്യണമെന്നറിയോ, കറണ്ട് ഒന്ന് ഓപ്പോസിറ്റ് ആക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയേ, കറണ്ട് ഓപ്പോസിറ്റ് ആക്കി ഇതേപോലെ വരും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഇങ്ങനെ പിടിച്ചു, കറണ്ട് ഈ ഭാഗത്തേക്ക് അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, കറണ്ട് ഇപ്പുറത്തേക്കാക്കി, മാഗ്നറ്റിക് ഫീൽഡ് ഇതാ എന്റെ ഭാഗത്തേക്കാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കറണ്ട് നേരത്തെ ഇപ്പുറത്തേക്കായിരുന്നു അല്ലെ, ഞാനത് ഇപ്പുറത്തെ ഭാഗത്തേക്കാക്കിയില്ലേ, ഓപ്പോസിറ്റ് ആക്കിയില്ലേ. ഇനി സോറി, മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഓപ്പോസിറ്റ് ആക്കി, കറണ്ട് ഞാൻ ഓപ്പോസിറ്റ് ആക്കി, ഫോഴ്സ് മാറിയിട്ടില്ലല്ലോ. പറഞ്ഞ മനസ്സിലായോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ ഫോഴ്സ് മാറും. അപ്പോ ഫോഴ്സ് മാറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തിരിച്ചാൽ മതി, അപ്പൊ ഫോഴ്സ് മാറൂല. ക്ലിയർ അല്ലേ. അപ്പൊ എന്താ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഷുഡ് ബി ഡൺ ടു കീപ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ റോഡ് അൺചേഞ്ച്ഡ്. അതായത് എന്താണ്, ഫോഴ്സ് മാറാൻ പാടില്ല, വൈൽ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയി, പക്ഷെ എന്ത് മാറാൻ പാടില്ല, ഫോഴ്സ് മാറാൻ പാടില്ല.
കുഴപ്പമില്ല, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തോ, ആ കറണ്ട് ഒന്ന് ഓപ്പോസിറ്റ് ആക്കിയാൽ മതി, അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോഴ്സ് ഉണ്ടാവും. സി ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. വിച്ച് ലോ യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഇൻ ദിസ് കേസ്? എന്താണെന്നറിയില്ല, കറക്റ്റ് അവിടെ തന്നെ അതിന്റെ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ക്ലിയർ അല്ലേ മക്കളെ? ഈ ചാപ്റ്ററിൽ നിന്ന് എന്താ പറയാ, അത്യാവശ്യം എന്താ പറയാ വൺ വേർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. 20ഓളം ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസും കോംപ്ലിക്കേറ്റഡും ചിന്തിക്കേണ്ടതും വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടതും അങ്ങനത്തെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? നല്ല രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു തവണ കൂടി ഒന്ന് നല്ല രീതിയിൽ ചെയ്ത് നോക്കുക. ഒരിക്കലും 4th ചാപ്റ്ററിന്റെ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ് ആവാൻ പാടില്ല. നല്ല രീതിയിൽ ചാപ്റ്ററിന്റെ കണ്ടന്റ് നോക്കുക. ഇതെന്റെ ഒപ്പം തന്നെ ചെയ്തു പോയിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി കണ്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് വന്നാൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ആ ടോപ്പിക് എടുത്ത് നോക്കിയിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ 4th ചാപ്റ്റർ ഒരു തരി പോലും മാർക്ക് കളയാതെ നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് നമ്മൾ വരും, ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്ത് നോക്കാം.